ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും 100 ഡേയ്സ് ട്രേഡിംഗ് ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ കുറച്ച് ലിക്വിഡിറ്റി ഏരിയാസിൻ്റെയൊക്കെ മേലാണ്. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ, ഇവിടെയൊക്കെ കുറച്ച് ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട്. അതിൻ്റെയൊക്കെ മേലെ പോയിട്ടാണ് ഓപ്പൺ ചെയ്തത് തന്നെ. അപ്പം ഓൾറെഡി ലിക്വിഡിറ്റി കളക്ട് ചെയ്തിരിക്കണം. പിന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു താഴോട്ട് ഒരു പുട്ട് ഓപ്ഷൻ്റെ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. മേലുള്ള ലിക്വിഡിറ്റി എടുത്തതുകൊണ്ട് പക്ഷേ ഇതുവരെ ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. അപ്പോൾ 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിലും മാർക്കറ്റ് അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എൻട്രി എടുക്കുക, ഡൗൺ സൈഡിലായിരിക്കും ഒരു പുട്ട് ഓപ്ഷൻ ആയിരിക്കും എടുക്കുക. എന്തായാലും എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ ഇന്നലത്തെ ഈ പ്രശ്നം ഇതുവരെ റെഡി ആയില്ല. മറ്റേ നെറ്റിൻ്റെ വൈഫൈ പോയത് അതിപ്പോഴും കാണാനൊന്നുമില്ല. ഇപ്പോൾ ഫോണിൽ മറ്റേ USB കേബിൾ വെച്ചിട്ടൊക്കെയാണ് നെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഒരു പ്രശ്നമാണ്. അന്ന് നോക്കണം എങ്ങനെ കണക്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും എൻട്രിയും കാര്യങ്ങളൊക്കെ വരുമെന്നുള്ളത് നോക്കി നോക്കാം. വരികയാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പം ഒരു എൻട്രി എടുത്തിട്ടുണ്ട് ബാങ്കിൽ. ഒരു പുട്ട് ഓപ്ഷനാണ്, നേരത്തെ പറഞ്ഞത് അതേപോലെ. അപ്പോൾ ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. 51,400 പുട്ട് ഓപ്ഷനാണ്. ഇവിടെ ഓർഡറിൽ പോയിക്കാണെങ്കിൽ ഡീറ്റെയിൽസ് കാണാം. 51,400 പുട്ട് ഓപ്ഷൻ. ടാർഗറ്റ് SL ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 277.8 എൻട്രി, 377.8 കറക്റ്റ് 100 പോയിന്റിലാണ് ടാർഗറ്റ് വെച്ചത്. 256 56 വരിക, ഒരു 57 58 ആയിരിക്കും SL ഉണ്ടാവുക. ഓക്കെ, അപ്പം SL സെറ്റാണ്, ടാർഗറ്റ് സെറ്റാണ്, എല്ലാ കാര്യങ്ങളും റെഡിയാണ്. അതിലേതെങ്കിലും ഒന്ന് അടിച്ചാൽ നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ ട്രേഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നോക്കി നോക്കുക, ടാർഗറ്റ് ആവുക SL ആവുക എന്താണെന്നുള്ളത്. എന്താവുകയാണെങ്കിലും ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ആ ട്രേഡിൽ നമുക്ക് ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ട്. ഒരു 10-20 പോയിൻ്റൊക്കെ കയറിയുണ്ട് നമ്മുടെ ആ ട്രേഡ്. അതുകൊണ്ട് ഈ SL ഓർഡർ ലേശം ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് കുറച്ചൊന്ന് കയറ്റിച്ച് കൊടുക്കാം. അതായത് ഇപ്പോൾ SL അല്ല, ഇപ്പോൾ എൻട്രി എടുത്തത് 277 ഈ ഒരു റേഞ്ചിലാണ്. അതായത് 11.50 ആൻഡിൽ 277 റേഞ്ചിലാണ്. അപ്പോൾ കുറച്ചൊരു 20 പോയിൻറ്റോളം മൂവ് ചെയ്തിട്ടുണ്ട്. 20-30 അപ്പോൾ SL ഇവിടെയാണ് ഉള്ളത്. 257 20 പോയിൻറ്റ് 19 പോയിൻറ്റിലാണ്. അത് കുറച്ചൊരു 260-61 കൊണ്ടു വെച്ച് കൊടുക്കാം. അങ്ങനെ കൊണ്ട് വെച്ച് കൊടുക്കണത് ഇവിടെ മോഡിഫൈ ചെയ്തിട്ട് 261 വെക്കുക. അത് എന്തിനാണ് വെക്കണമെന്ന് വെച്ചാൽ നമ്മളെ അങ്ങനെ ആകുമ്പോഴേ ഈ 1:5 റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ആയി കിട്ടുള്ളൂ. ഇവിടെ 258.8 ആണുള്ളത്. ഒരു 19 പോയിൻ്റാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറ്റി 261 ആക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ വെക്കണ സമയത്ത് 1:5 നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ബ്രോക്കറേജും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് 1:5 ഉണ്ടാവില്ല ശരിക്കും. ഒരു 1:4 3 ഒക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചെറിയ രീതിയിൽ വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ട്രേഡ് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. 504 രൂപയാണ് ലോസ്. ഇവിടെ ഓർഡറിൽ പോവുകയാണെങ്കിൽ 9.50 എൻട്രിയും 11.12 SL അടിച്ചത്. മാർക്കറ്റ് ഒന്ന് മേലോട്ട് കയറി വന്നിട്ടാണ് SL അടിച്ചത്. ഇവിടെ ടാർഗറ്റ് ഓർഡർ ക്യാൻസൽ ആയിട്ടുണ്ട്, SL ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 504 വരെ, ശരിക്കും 600 SL വരുന്നത്. 504 വരാനുള്ള കാരണം SL ചെറിയ രീതിയിലൊന്ന് കയറ്റി വെച്ചെടുത്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വെച്ചെടുക്കുമ്പോൾ 504 വന്നുകൊണ്ട് ബാക്കി 100 രൂപ അവിടെ സേവ് ആയി. അങ്ങനെ ചെറിയ രീതിയിൽ ഓരോ ട്രേഡിൽ വരുന്ന സമയത്ത് കറക്റ്റ് 1:5 ക്യാച്ച് ചെയ്യാൻ പറ്റും. 1:5 പറയുമ്പോൾ ബ്രോക്കറേജ് ഒഴിവാക്കി നോക്കിയാൽ പോലും നമുക്ക് 1:5 ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞ് 504 രൂപയാണ് ലോസ്. ഇനി പുതിയ ട്രേഡ് എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. മേലത്തെ താഴത്തെ പുതിയ ഏതെങ്കിലും ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കും. ഓക്കെ, അപ്പോൾ സമയം ഇവിടെ 13:57 1:52 മണി ആയിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ കൂടെ ഉള്ളൂ. ഇതുവരെ ആയിട്ട് പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റിയും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഫുള്ള് കൺസോൾട്ടേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പക്ക കൺസോൾട്ടേഷനാണ് ഇനി മാർക്കറ്റ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള എൻട്രി സെറ്റപ്പ് ഒന്നും പിന്നെ കിട്ടിയില്ല. കാരണം ഇത്ര കൺസോളിഡേറ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റിൽ എൻ്റെ സെറ്റപ്പ് പ്രകാരം ഒരു എൻട്രിയും കിട്ടില്ല. ഏതെങ്കിലുമൊക്കെ ലിക്വിഡിറ്റി മേലായാലും കുഴപ്പമില്ല, താഴെയായാലും കുഴപ്പമില്ല, ഏതെങ്കിലുമൊക്കെ ലിക്വിഡിറ്റി എടുത്താലും മാത്രമേ എൻട്രി ഉണ്ടാവുള്ളൂ. ഇനിയും ഇപ്പോൾ ഇന്ന് പുതിയ ലിക്വിഡിറ്റി ഒന്നും എടുക്കും തോന്നണില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.